എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ലൈഫ് ലൈനിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഒരു സ്ത്രീയുടെ ജന്മം ധന്യമാകുന്നത് അവൾ അമ്മയായി തീരുമ്പോഴാണ്. ഒരമ്മയാവുമ്പോൾ മാത്രമേ ആ ജീവിതത്തിന് ലക്ഷ്യമുണ്ടാവുകയുള്ളൂ, ലക്ഷ്യബോധമുണ്ടാവുകയുള്ളൂ. തീർച്ചയായും ഒരു കുഞ്ഞിനെ ഓമനിക്കാനും താലോലിക്കാനും മുലയൂട്ടാനും അതോടൊപ്പം തന്നെ താരാട്ടുപാടി ഉറക്കാനും കൊതിക്കാത്ത പെൺമനസ്സുകൾ വിരളമാണ്. പക്ഷേ ചികിത്സിച്ചിട്ടും വർഷങ്ങളുടെ ചികിത്സാഫലം നേടിയെടുത്തിട്ടും ഒരു കുഞ്ഞിക്കാല് പോലും കാണാതെ വരുമ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് പ്രത്യേകിച്ച് വിവരിക്കേണ്ട കാര്യമില്ലല്ലോ. ആ മനസ്സുകൾ എത്ര തളർന്നു കാണും. പക്ഷേ അതിനെല്ലാം ഒരു പുത്തൻ ഉണർവുമായിട്ടാണ് ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത്. സമൂഹത്തിൽ ഏറെക്കുറെ ചർച്ച ചെയ്യപ്പെടുന്നതും നിങ്ങളിൽ പലരും അനുഭവിക്കുന്നതുമായ മാനസിക പ്രശ്നമാണ് വന്ധ്യത എന്ന് പറയുന്നത്. പുരുഷ വന്ധ്യതയായാലും സ്ത്രീ വന്ധ്യതയായാലും ഈ വന്ധ്യത എന്ന പ്രശ്നത്തെ പൂർണ്ണമായും പരിഹരിച്ചുകൊണ്ട് വിജയം കൈവരിച്ച് വർഷങ്ങളോളം കാത്തിരുന്ന ഒരു കുഞ്ഞിക്കാല് നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് ഹോമിയോപ്പതിയിലൂടെ ആയാലോ? വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണല്ലേ? പക്ഷേ ഈ എപ്പിസോഡ് കഴിയുമ്പോൾ നിങ്ങൾ ഇതിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും മറ്റു ചികിത്സാ സമ്പ്രദായങ്ങൾക്ക് അതീതമായി ഹോമിയോപ്പതിയെ ഒരു പടി മുന്നിൽ കാണുകയും ചെയ്യുമെന്നുള്ള കാര്യം തീർച്ചയാണ്. നിങ്ങൾക്ക് വേണ്ടി ഇതിന് കൂടുതൽ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമായി ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് കെയർവെൽ ഹോമിയോപ്പതിക് ഫെർട്ടിലിറ്റി ക്ലിനിക് തോട്ടപ്പടിയിൽ നിന്നും ഡോക്ടർ ദിലീപ് കുമാർ ആണ്. ഡോക്ടർ നമസ്കാരം, സ്വാഗതം ലൈഫ് ലൈനിലേക്ക്. നമസ്കാരം ഡോക്ടർ, ഇപ്പോഴത്തെ സമൂഹത്തിൽ ഒരുപാട് ചികിത്സാ സമ്പ്രദായങ്ങളുണ്ട്. ആയുർവേദമായാലും അലോപ്പതി ആയാലും അങ്ങനെ ഒരുപാട് രീതികളുണ്ട്. ഇതിൽ നിന്നെല്ലാം തന്നെ ജനങ്ങളെ ഹോമിയോപ്പതിയിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകങ്ങൾ, അതല്ലെങ്കിൽ ഹോമിയോപ്പതിയുടെ ഒരു പ്രാധാന്യം എന്താണ്? മറ്റു ചികിത്സാശാസ്ത്രവുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഹോമിയോപ്പതി ചികിത്സ ഓരോ വ്യക്തിയെയും അനുസരിച്ചുള്ള ചികിത്സയാണ്. ഓരോ വ്യക്തിക്കുമാണ് ഹോമിയോപ്പതി ചികിത്സ. അതല്ലാതെ ഹോമിയോപ്പതി ചികിത്സ രോഗത്തിന് വേണ്ടിയുള്ള ഒരു ചികിത്സയല്ല. ഒരു രോഗിയിൽ കാണുന്ന സകലവിധ ലക്ഷണങ്ങളും ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും അനുസരിച്ച് അതിനനുസരിച്ചുള്ള മരുന്നുകൾ ആണ് ഹോമിയോപ്പതി ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു ചികിത്സയാകുമ്പോൾ അതൊരു ഹോളിസ്റ്റിക് മെഡിസിൻ എന്ന് പറയാം. ഹോമിയോപ്പതിയെ ഒരു സമഗ്ര ചികിത്സയായി നമുക്ക് കണക്കാക്കാം. ഡോക്ടർ, ഇപ്പോൾ ഒരു സ്ത്രീയെയും പുരുഷനെയും സംബന്ധിച്ചിടത്തോളം ഏതൊരു സ്റ്റേജിൽ എത്തുമ്പോഴാണ് അവരുടെ ആ ഒരു പ്രശ്നത്തിന് വന്ധ്യത എന്ന് പേരിട്ട് വിളിക്കാൻ സാധിക്കുന്നത്? എപ്പോഴാണത്? സാധാരണഗതിയിൽ വിവാഹത്തിന് ശേഷം 1 വർഷം വരെ ഒരുമിച്ച് താമസിക്കുകയും നിരന്തരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തതിന് ശേഷവും കുഞ്ഞുങ്ങൾ ഉണ്ടാവാതെ വരുന്ന അവസ്ഥയാണ് വന്ധ്യത എന്ന് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷേ വളരെ ലേറ്റായിട്ട് കല്യാണം കഴിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു 6 മാസത്തിന് ശേഷം ഒരുമിച്ച് താമസിച്ചതിന് ശേഷവും കുഞ്ഞുങ്ങൾ ഉണ്ടായില്ലെങ്കിൽ വന്ധ്യതാ ചികിത്സയ്ക്ക് അവരെ വിധേയരാക്കേണ്ടതാണ്. ഡോക്ടർ, ഈ ഒരു വന്ധ്യതയെ നമുക്ക് ഏത് രീതിയിലാണ് തരംതിരിക്കാൻ സാധിക്കുന്നത്? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരംതിരിക്കലുകളുണ്ടോ ആ ഒരു വിഷയത്തിൽ? വന്ധ്യതയെ പ്രധാനമായും 2 തരത്തിൽ തരംതിരിക്കാം. കുഞ്ഞുങ്ങൾ ഇതുവരെ ഉണ്ടാകാത്ത അവസ്ഥയെ പ്രൈമറി ഇൻഫെർട്ടിലിറ്റി എന്നും, ഒരു കുഞ്ഞുണ്ടായ ശേഷമോ അല്ലെങ്കിൽ ഒരു അബോർഷന് ശേഷം വീണ്ടും ഒരു കുഞ്ഞ് ഉണ്ടാവാതിരിക്കുകയോ ചെയ്താൽ അതിനെ സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി എന്നും സാധാരണ പറയാറുണ്ട്. സമൂഹത്തിൽ പ്രധാനമായും സ്ത്രീക്കും പുരുഷനും വന്ധ്യത അനുഭവപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ കാണപ്പെടുന്നുണ്ട് എങ്കിൽ പോലും ഡോക്ടറുടെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വന്ധ്യതയിൽ സ്ത്രീയാണോ പുരുഷനാണോ കൂടുതൽ മുന്നിൽ നിൽക്കുന്നത്? കൂടുതലായും സ്ത്രീ വന്ധ്യതയാണ് കൂടുതലായി കണ്ടുവരുന്നത്. നമ്മുടെ ജീവിത രീതിയിൽ കണ്ടുവരുന്ന മാറ്റങ്ങൾ, വിവാഹത്തിനുള്ള സമയതാമസം, അതായത് പഠിപ്പും ജോലിയെല്ലാമായി അതിനുശേഷം ഒരു കുഞ്ഞ്, കല്യാണം എന്നുള്ള ചിന്തയിലേക്ക് പോകുമ്പോഴാണ് സ്ത്രീകളുടെ വയസ്സ് മിക്കവാറും 30ഓ 28ഓ ഒക്കെ ആയിത്തീരും. ആ സമയങ്ങളിൽ മാരേജിന് ശേഷം കുഞ്ഞുണ്ടാവാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും ഫെർട്ടിലിറ്റി പ്രോബ്ലംസ് അപ്പോഴാണ് നമ്മൾ മെയിനായിട്ട് ഡയഗ്നോസ് ചെയ്യുക.
ഡോക്ടർ ഇപ്പൊ പറയുകയുണ്ടായി സ്ത്രീകളാണ് വന്ധ്യതയുടെ എണ്ണത്തിൽ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ എന്ന് പറയുകയുണ്ടായി. സ്ത്രീകളുടെ വന്ധ്യതയ്ക്ക് പ്രധാനമായും എന്തെങ്കിലും കാരണങ്ങളോ ലക്ഷണങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? സ്ത്രീ വന്ധ്യതയ്ക്ക് പ്രധാനമായും 3-4 കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം എന്നുള്ള അസുഖമാണ്. രണ്ടാമതായി എൻഡോമെട്രിയോസിസ് എന്നുള്ള ഒരസുഖം. മൂന്നാമതായി ട്യൂബ് ബ്ലോക്ക്, അതായത് അണ്ടവാഹിനി കുഴലിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ, അതിലെ നീർക്കെട്ട്, അതിൻ്റെ ഭാഗമായി അണ്ടം പുറത്തേക്ക് വരാത്ത അവസ്ഥ. പിന്നെ നാലാമതായി യൂട്രസിലുണ്ടാകുന്ന, ഗർഭപാത്രത്തിലുണ്ടാകുന്ന മുഴകൾ. ഇങ്ങനെ പ്രധാനമായും 4 കാരണങ്ങളാണ് സ്ത്രീവന്ധ്യതയ്ക്ക് പറയുന്നതെങ്കിലും ആൻറ്റിസ്പേം ആൻറ്റിബോഡീസ് എന്ന് പറയപ്പെടുന്ന ഒരു തരം ആൻറ്റിബോഡീസ് സ്ത്രീകളുടെ ശരീരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് ഉള്ളിലേക്കുള്ള പ്രവേശനവും അതുപോലെ തന്നെ ബീജവും അണ്ടവും തമ്മിൽ യോജിക്കുന്ന ഫെർട്ടിലൈസേഷൻ എന്ന പ്രോസസ്സിനെയും തടസ്സപ്പെടുത്തുന്നതായി കണ്ടുവരുന്നുണ്ട്. ആൻറ്റിസ്പേം ആൻറ്റിബോഡി ഹോമിയോപ്പതി മരുന്നുകൾ കഴിച്ചാൽ 3 മാസം മുതൽ 6 മാസം വരെയുള്ള ചികിത്സയിലൂടെ ഫലപ്രദമായി മാറിക്കിട്ടാറുണ്ട്. പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് ആണ് ഏറ്റവും കൂടുതലായി ഇന്ന് സ്ത്രീകൾക്കിടയിൽ കണ്ടുവരുന്നത്. ജീവിത സാഹചര്യത്തിൽ വന്ന മാറ്റങ്ങൾ, ഭക്ഷണരീതിയിൽ വന്ന മാറ്റങ്ങൾ, കൂടുതലായി ഹോർമോൺ ചേർന്ന ചിക്കൻ, മുട്ട അതുപോലെയുള്ള സാധനങ്ങൾ കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന, അതിൻ്റെ ഭാഗമായി കൂടെ വരുന്ന ഒരു അസുഖമാണ് പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം. ഇത് സ്ത്രീകൾക്കിടയിൽ ധാരാളമായി ഇന്ന് കണ്ടുവരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളൊന്നാണ് കൃത്യതയില്ലാത്ത ആർത്തവത്തിലുള്ള തകരാറാണ് ഇതിലെ പ്രധാന ലക്ഷണം. ലേറ്റായിട്ട്, വളരെ താമസിച്ച് മെൻസസ് ആവുക, 2-3 മാസം കൂടുമ്പോൾ മെൻസസ് ആവുക, മെൻസസ് ആയാൽ തന്നെ അതിൻ്റെ ഫ്ലോ നിൽക്കാൻ ബുദ്ധിമുട്ട്. സാധാരണഗതിയിൽ ഒരാഴ്ച 7 ദിവസം കൊണ്ട് നിൽക്കേണ്ട മെൻസസ് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുകയും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയും ചെയ്യുന്നു. കൂടാതെ മുഖത്ത് രോമവളർച്ച, കഴുത്തിന് പുറകുവശത്തായി കറുപ്പ് നിറം, വയറ് കൂടുതലായിട്ട് ചാടി വരിക, തടി കൂടി വരിക, മുഖക്കുരു എന്നിവയാണ് പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം എന്ന അസുഖത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. കൂടാതെ ചിലരിൽ തൈറോയ്ഡ് പ്രശ്നങ്ങളും കൊളസ്ട്രോൾ കൂടുതലായും ബ്ലഡ് പ്രഷർ കൂടുതലായും കണ്ടുവരാറുണ്ട്. ചിലർക്ക് മുടിയുടെ തിക്നെസ് കുറഞ്ഞു വരിക, അതായത് മുടി നേർത്തതായിട്ട് വരിക തുടങ്ങി പല കാര്യങ്ങളും കാണാറുണ്ട്. എന്താണ് പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം? പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം എന്ന അസുഖത്തിന് പ്രധാന കാരണം നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥയാണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുടെ ഇൻബാലൻസ് കാരണം നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന LH എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് കൂടുകയും ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ അളവ് കൂടുകയും തൽഫലമായി ടെസ്റ്റോസ്റ്ററോൺ എന്ന പുരുഷ ഹോർമോൺ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഭാഗമായി സാധാരണ ഒരു മാസക്കുളി സമയത്ത് ഒരു അണ്ഡാശയത്തിൽ 1-2 അണ്ടങ്ങൾ ഉണ്ടാവുന്നതിന് പകരം ഒന്നിൽ കൂടുതൽ, ഏകദേശം 12-നും 15-നും ഇടയിൽ അണ്ടങ്ങൾ ഒരു അണ്ഡാശയത്തിൽ ഉണ്ടാവുകയും അതൊന്നും വളർച്ച പ്രാപിച്ച് പൊട്ടാതെ അണ്ടവിസർജനം നടക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം. ഹോമിയോപ്പതി മരുന്നുകൾ കൃത്യമായി കഴിക്കുകയാണെങ്കിൽ 3 മാസം മുതൽ 6 മാസം വരെ കൃത്യതയോടുകൂടി കഴിക്കുകയാണെങ്കിൽ പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം ഒരു നല്ല ശതമാനം വരെ നമുക്ക് ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. ചികിത്സയ്ക്ക് മുമ്പും ചികിത്സയ്ക്ക് ശേഷവും കൃത്യമായ സ്കാനിങ്ങിലൂടെ ഫലനിർണ്ണയം നടത്തി ഹോമിയോപ്പതിയുടെ ഫലപ്രാപ്തിയെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകളുടെ വന്ധ്യതയുടെ കാരണങ്ങളിൽ ഒന്നാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാമോ? എൻഡോമെട്രിയോസിസ് എന്ന അസുഖം ധാരാളം സ്ത്രീകൾക്ക് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. പ്രധാനമായും മാസക്കുളി സമയത്തുള്ള വയറുവേദനയാണ് നമ്മൾ ആദ്യമായി അനുഭവപ്പെടുന്ന പ്രധാന ലക്ഷണം. എൻഡോമെട്രിയം എന്ന് പറഞ്ഞാൽ ഒരു ലെയർ ഓഫ് സെൽസ്. അത് സാധാരണഗതിയിൽ യൂട്രസിൻ്റെ ഉൾഭാഗത്തെ ഭിത്തിയിൽ മാത്രം, അകവശത്തെ ഭിത്തിയിൽ മാത്രമേ കണ്ടുവരാറുള്ളൂ. ഈ എൻഡോമെട്രിയൽ ലെയർ യൂട്രസിനകത്തല്ലാതെ അണ്ഡാശയത്തിനകത്ത് വന്നു കഴിഞ്ഞാൽ
മാസക്കുളി സമയത്ത് മെൻസസ് ആവുന്നത് പോലെ തന്നെ രക്തം അണ്ഡാശയത്തിനകത്തും ബ്ലീഡിംഗ് ഉണ്ടാവുകയും അണ്ഡാശയത്തിനകത്ത് ബ്ലീഡിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ബ്ലീഡിംഗ് പലപ്പോഴും പുറത്തു പോകാതെ അണ്ഡാശയത്തിൽ തന്നെ കെട്ടിക്കിടക്കുകയും അതവിടെ കെട്ടിക്കിടന്ന് ഉറച്ച് ചോക്ലേറ്റ് പോലെ ഉള്ള ഒരു അപ്പിയറൻസ് ഉണ്ടാവുകയും ചോക്ലേറ്റ് പോലെ ഒരു തോന്നലുണ്ടാവുന്ന ഒരു തരം അപ്പിയറൻസ് ഉണ്ടാവുന്നതിനാൽ അതിനെ ചോക്ലേറ്റ് സിസ്റ്റ് എന്ന് പറഞ്ഞു വരും. ഈ ചോക്ലേറ്റ് സിസ്റ്റ് ഉണ്ടാവുന്നതിൻ്റെ ഭാഗമായിട്ട് അണ്ടത്തിന് പുറത്തു പോകാനോ അണ്ടം പൊട്ടാനോ സാധ്യതയില്ല. അങ്ങനെയുള്ളവർക്ക് അണ്ഡാശയവും ട്യൂബും, അതായത് ഫെല്ലോപ്പിയൻ ട്യൂബ്, അണ്ടവാഹിനി കുഴലും യൂട്രസും എല്ലാം കൂടി ഒട്ടിച്ചേർന്ന് അഡിഷൻ എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തിപ്പെടാറുണ്ട്. ഈ യൂട്രസും അണ്ഡാശയവും ഒട്ടിച്ചേർന്നതിൻ്റെ ഭാഗമായിട്ട് അത് വന്ധ്യതയ്ക്ക് കാരണമാവുകയും ഓവുലേഷന് എതിരായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഈ എൻഡോമെട്രിയോസിസ് എന്ന അസുഖത്തിന് ഹോമിയോപ്പതിയിൽ ഫലപ്രദമായ ചികിത്സയുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് കൃത്യമായ ഹോമിയോപ്പതി ചികിത്സ നൽകുകയാണെങ്കിൽ 6 മാസം മുതൽ 8 മാസത്തെ ചികിത്സയിലൂടെ ഫലപ്രാപ്തി ലഭിക്കാറുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഗർഭാശയത്തിൽ സംഭവിക്കുന്ന മുഴകൾ അതല്ലെങ്കിൽ ഫൈബ്രോയിഡുകൾ എന്ന് പറയുന്ന പ്രശ്നം വന്ധ്യതയെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഗർഭാശയ മുഴകൾ 3 തരത്തിലാണ് പ്രധാനമായും ഉള്ളത്. ഒരെണ്ണം ഗർഭാശയ ഭിത്തിക്ക് ഉള്ളിൽ വരുന്നത്, അതിനെ ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ് എന്ന് പറയും. ആ മുഴകൾ പലപ്പോഴും നമുക്ക് വന്ധ്യതയ്ക്ക് കാരണമാകാറില്ല. ചിലതരം മുഴകൾ ഗർഭാശയത്തിന് പുറത്ത്, അങ്ങനെയുള്ള മുഴകളും വന്ധ്യതയ്ക്ക് കാരണമാകാറില്ല. നേരെ മറിച്ച് ഗർഭാശയത്തിനകത്ത് വരുന്ന സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ് എന്ന തരത്തിലുള്ള ഫൈബ്രോയിഡുകൾ പലപ്പോഴും വന്ധ്യതയ്ക്ക് കാരണമാകാറുണ്ട്. ഈ ഫൈബ്രോയിഡുകൾ പലപ്പോഴും നമ്മുടെ ഗർഭാശയത്തിനകത്ത് ഒരു ഇൻട്രായൂട്രൈൻ കോൺട്രാസെപ്റ്റീവ് ഡിവൈസ് പോലെ പ്രവർത്തിക്കും. അതായത് നമ്മളൊരു കോപ്പർട്ടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയുന്ന മാതിരി തന്നെ ഈ ഫൈബ്രോയിഡ്, യൂട്രസിനകത്ത് വരുന്ന ഫൈബ്രോയിഡുകൾ, സബ്മ്യൂക്കസ് ഫൈബ്രോയിഡുകൾ പലപ്പോഴും വന്ധ്യതയ്ക്ക് കാരണമാവാറുണ്ട്. ഇത്തരം ഫൈബ്രോയിഡുകൾ ഹോമിയോപ്പതി മരുന്ന് കഴിച്ചാൽ വളരെ എളുപ്പത്തിൽ തന്നെ അപ്രത്യക്ഷമാവുകയും തുടർന്ന് ഫലപ്രാപ്തി കിട്ടുകയും ചെയ്യാറുണ്ട്. സ്ത്രീ വന്ധ്യതയിൽ കാരണങ്ങളിൽ ഒന്ന് തന്നെയായ ഫെല്ലോപ്പിയൻ ട്യൂബ് ബ്ലോക്ക്, അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ചില സ്ത്രീകളിൽ ഫെല്ലോപ്പിയൻ ട്യൂബ് അഥവാ അണ്ടവാഹിനി കുഴലിലെ അണുബാധ, പ്രധാനമായും ചെറുപ്പകാലങ്ങളിൽ ഉണ്ടാകുന്ന ട്യൂബർകുലോസിസ്, അതായത് ക്ഷയരോഗം, പ്രൈമറി കോംപ്ലക്സ്, ബാലക്ഷയം തുടങ്ങിയ അസുഖങ്ങളുടെ ഭാഗമായിട്ടോ ഏതെങ്കിലും ഓപ്പറേഷൻ അതിനുശേഷം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുടെ ഭാഗമായിട്ടോ ഫെല്ലോപ്പിയൻ ട്യൂബിനകത്ത് നീർക്കെട്ടുണ്ടാവുകയും തൽഫലമായി ഫെല്ലോപ്പിയൻ ട്യൂബിനകത്ത് കൂടിയുള്ള അണ്ടത്തിൻ്റെ സഞ്ചാരത്തെ അത് ബാധിക്കുകയും ചെയ്യും. നമുക്കെല്ലാവർക്കും അറിയാം, അണ്ടവും ബീജവും തമ്മിൽ യോജിക്കുന്നത് ഫെല്ലോപ്പിയൻ ട്യൂബ് അഥവാ അണ്ടവാഹിനി കുഴലിനുള്ളിലെ ആംബുല്ല എന്ന റീജിയനിൽ വെച്ചാണ്, ആംബുല്ല എന്ന സ്ഥലത്ത് വെച്ചാണ്. ഈ അണ്ടവും ബീജവും തമ്മിലുള്ള കൂടിയോജിക്കലിനെ ഫെല്ലോപ്പിയൻ ട്യൂബിലെ ബ്ലോക്ക് അഥവാ തടസ്സം പലപ്പോഴും കാര്യമായി ബാധിക്കാറുണ്ട്. ഇങ്ങനെയുള്ള സ്ത്രീകളിൽ പലപ്പോഴും HSG എന്ന് പറഞ്ഞ എക്സ്റേ എടുക്കുകയും ഫെല്ലോപ്പിയൻ ട്യൂബിലെ ബ്ലോക്ക് എവിടെയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം കൃത്യമായ ഹോമിയോ മരുന്നുകൾ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 6 മാസത്തിന് ശേഷം വീണ്ടും മരുന്ന് കഴിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഈ HSG എന്ന് പറഞ്ഞ എക്സ്റേ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ട്യൂബിൻ്റെ തടസ്സം മാറിക്കിട്ടുകയും അവർക്ക് ഫലപ്രാപ്തി ഉണ്ടാവുകയും ചെയ്യാറുണ്ട്.